യൂണിറ്റ് 1 ഫുനൂൻ നസ്ർ ഫിൽ അസ്റിൽ അബ്ബാസി, അബ്ബാസിയ കാലഘട്ടത്തിലെ ഗദ്യ കലാരൂപങ്ങളെ കുറിച്ചിട്ടാണ് യൂണിറ്റ് 1 പഠിക്കാനുള്ളത്. അതിൽ റീക്യാപ്പ് നോക്കാം. തുഅസ്സിറു നസ്റുൽ അബ്ബാസി ബിസഖാഫത്തിൽ ഫാരിസിയത്തി വൽ യൂനാനിയത്തി വൽ ഹിന്ദിയത്തി നത്തീജത്തു ഇൻഫിത്താഹു ദൗലത്തു അലൽ ഹുലാറാത്തിൽ മുഖ്തലിഫ. വ്യത്യസ്ത നാഗരികതകളോടുള്ള തുറന്ന സമീപനത്തിൻ്റെ ഫലമായി ഇന്ത്യൻ, ഗ്രീക്ക്, പേർഷ്യൻ സംസ്കാരങ്ങൾ അബ്ബാസിയ ഗദ്യത്തെ സ്വാധീനിച്ചു. ഇസ്ദഹറത്തിൽ ഖിതാബത്തു സിയാസിയത്തു വ ദീനിയത്തു ഫി ബിദായത്തിൽ അസ്റിൽ അബ്ബാസി സുമ്മ തറാജഅത്ത് തദ്രീജിയൻ ബഅദ ഇസ്തിഖറാറുൽ ഹിക്കമി. ഇസ്ദഹറത്തിൽ ഖിതാബത്തു സിയാസിയത്തു വ ദീനിയത്തു ഫി ബിദായത്തിൽ അസ്റിൽ അബ്ബാസി. അബ്ബാസിയ കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ മതപരമായ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും രാഷ്ട്രീയ പ്രഭാഷണങ്ങളും എന്ത് ചെയ്തു? അഭിവൃദ്ധി പ്രാപിച്ചു. സുമ്മ തറാജഅത്ത് തദ്രീജിയൻ ബഅദ ഇസ്തിഖറാറുൽ ഹിക്കമി. എന്നാൽ ഭരണം സ്ഥിരപ്പെട്ടതോടുകൂടി എന്ത് ചെയ്തു? പിന്നീട് ഈ പ്രഭാഷണങ്ങൾ ക്ഷയിക്കുകയും ചെയ്തു. തതവ്വുർ ഫന്നു റസായിലി ഫി ഹാദൽ അസ്രി. ഈ കാലഘട്ടത്തിൽ റസായിൽ കല, കത്തെഴുത്ത് കല എന്ത് ചെയ്തു? വികസിച്ചു. ഒമിൻ അബ്രസ അലാമിഹി അബ്ദുല്ലാഹിബിൽ മുഖഫ്. അതിലെ പ്രമുഖരായിട്ടുള്ള റസായിലിൻ്റെ എഴുത്തുകാരിൽ പ്രമുഖരായിട്ടുള്ള ആളാണ് അബ്ദുല്ലാഹിബിൽ മുഖഫ്. അല്ലദീ തുഅസ്സിറു ബി അബ്ദുൽ ഹമീദിൽ കാത്തിബ്. ഈ അബ്ദുല്ലാഹിബിൽ മുഖഫ് അബ്ദുൽ ഹമീദിൽ കാത്തിബിനാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. ഫിൽ ഖർണിൽ ആഷിറിൽ മീലാദി, AD 10-ാം നൂറ്റാണ്ടിൽ ലഹറ ഫനുൽ മുഖാമാത്ത് കനോഉൻ ജദീദും മിനൻ നസരി യജ്മഉ ബൈന തറാഫത്തി വൽ ബലാഗത്തി വസ്സർദുൽ ഖിസസി. കഥ പറച്ചിലും നർമ്മവും പിന്നെന്താണ് നല്ല ഭാഷാ ശൈലിയും ഒക്കെ ഉപയോഗപ്പെടുത്തി ഒരു പുതിയ ഗദ്യ കലാരൂപമായിട്ട് എന്ത് ചെയ്തു? മഖാമാത്ത് എന്ന കലാരൂപം AD 10-ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്നു. മിൻ അബ്രസ കുത്താബ് നസ്റുൽ അബ്ബാസി. അബ്ബാസിയ കാലഘട്ടത്തിലെ ഗദ്യ എഴുത്തുകാരിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആളുകളാണ് ജാഹിൽ, ഇബ്നുൽ മുഖഫർ, ബദീഉ സമാൽ ഹംദാനി, ഹരീരി, ഇബ്നു അമീദ്, ഇബ്നു ഖുൽദുൻ വഗൈറഹും. അപ്പം അബ്ബാസിയ കാലഘട്ടത്തിലെ ഗദ്യ എഴുത്തുകാരിൽ പ്രമുഖരായിട്ടുള്ള ആളുകളാണ് ആരൊക്കെ? ജാഹിലും, ഇബ്നുൽ മുഖഫറും, ബദീഉ സമാൽ ഹംദാനിയും, ഹരീരിയും, ഇബ്നു അമീദും, ഇബ്നു ഖുൽദുൻ. ഓക്കെ, ഇനി അടുത്തത് ആ കാലഘട്ടത്തിലെ ഗദ്യ കലാരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മുക്കാമാത്ത് എന്താണെന്ന് നോക്കാം. ഹിക്കായത്തുൻ ഖസീറത്തുൻ മസ്ജൂഅത്തുൻ തുർവി അലാ ലിസാനി റാവിൻ വബത്വലിൻ മുഹ്താലിൻ. ഒരു കഥാകാരൻ്റെയും ഒരു നായകൻ്റെയും വീക്ഷണകോണിൽ നിന്നുകൊണ്ട് പിന്നെ പ്രാസവും ഹ്രസ്വവും പ്രാസപൂർണവുമായ ഒരു ഒരു കഥ പറച്ചിലാണ് മുക്കാമാത്ത് എന്ന് പറയുന്നത്. യുസ്തഖ്ദമുലി നഖദിൽ മുജ്തമഇ ബി സുഖരിയത്തിൻ വ ഉസ്ലൂബിൻ ബലാഗി. ഭാഷയെ അടിസ്ഥാനപ്പെടുത്തി സമൂഹത്തെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട്, സമൂഹത്തെ വിമർശിക്കുന്നതിന് വേണ്ടി ആക്ഷേപപരമായിട്ട് ആക്ഷേപിച്ചുകൊണ്ട് സമൂഹത്തെ വിമർശിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മുഖാമാത്ത് എന്ന കലാരൂപം ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചു. ഇനി ബദിഉ സമാനുൽ ഹംദാനി ഹുവൽ മൻ കതബൽ മുഖാമാത്ത്. ആദ്യമായിട്ട് മുഖാമാത്ത് എഴുതിയതാരാണ്? ബദിഉ സമാനുൽ ഹംദാനിയാണ്. ഇനി അടുത്ത ഫന്നു റസായിൽ ഏതൊക്കെ തരം റസായിലുകൾ ഉണ്ടായിരുന്നെന്ന്, കത്തുകൾ ഉണ്ടായിരുന്നെന്ന് നോക്കാം. റസായിലു ദീവാനിയ വൽ ഇഖ്വാനിയ വൽ അദബിയ. റസായിലു ദീവാനിയ റസായിലു ഇഖ്വാനിയ റസായിലു അദബിയ. അപ്പം 3 തരം കത്തിൻ്റെ 3 ഇനങ്ങളാണ് ഈ പറഞ്ഞത്. ഇനി അടുത്ത ഫന്നു തൗക്കിയാത്ത് എന്താണെന്ന് നോക്കാം. നൗഉൻ നസരീൻ മുഖ്തസറുൻ ബലീഗുൻ യുക്തബു കറദ്ദി അല ഷക്കാവി വ റസായിൽ വ യുഅബ്ബിറു അൻ റയ്യിൽ ഹാക്കിം ബി ജുംലത്തിൻ ഖസീറ. പിന്നെ ഈ കത്തുകൾക്കും അതുപോലെ തന്നെ പരാതികൾക്കുമുള്ള മറുപടിയായിട്ട് എഴുതപ്പെടുന്ന
ഭരണാധികാരികളുടെ അഭിപ്രായം ഒരു എന്താണ് ഒരു ചെറിയ വാചകത്തിൽ പ്രകടിപ്പിക്കുന്ന ഒരു സംക്ഷിപ്തവും ഭാഷാപരവുമായ ഒരു ഗദ്യരൂപമാണ് ഫന്നു തൗക്കിയാത്ത് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫന്നുൽ ഖിസ്സ. ഫന്നുൽ ഖിസ്സത്തി തതവ്വുർ ഫിൽ അസ്റിൽ അബ്ബാസിയ. അബ്ബാസിയ കാലഘട്ടത്തിൽ കഥ എന്ന കലാരൂപം വികസിച്ചു. ബി തഅ്സീർ ഖിസസിൽ ഹിന്ദിയത്തി വൽ ഫാരിസിയത്തി മിത്ല കലീല വ ദിംന വ ഹസാറു അഫ്സാന. കലീല വ ദിംന പോലെ ഹസാറു അഫ്സാന പോലെയുള്ള ഇന്ത്യൻ പേർഷ്യൻ കഥകളുടെ സ്വാധീനം കൊണ്ട് അബ്ബാസിയ കാലഘട്ടത്തിൽ കഥ എന്ന കലാരൂപം എന്ത് ചെയ്തു? വികസിച്ചു. ഫന്തഖല സർദു മിന ഷഫ്വിൽ മക്തൂബ്. അത് വാമൊഴിയിൽ നിന്ന് എന്തിലേക്ക് മാറ്റി? അത് എഴുത്തിലേക്ക് മാറുകയും ചെയ്തു. ഖലീല വ ദിംന മിൻ അഹമി കുത്തുബിൻ നസ്രി റംസി നഖൽഹി ഇബ്നുൽ മുഖഫ മിനൽ ഫഹലവിയത്തിൽ അൽ അറബിയ. ഖലീല വ ദിംന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗദ്യ ആഖ്യാന എഴുത്താണ് അല്ലേ? നഖൽഹി ഇബ്നുൽ മുഖഫ മിനൽ ഫഹലവിയത്തിൽ അൽ അറബിയ. അത് ഇബ്നുൽ മുഖഫ ആണ് പേർഷ്യൻ ഭാഷയിൽ നിന്ന് അറബി ഭാഷയിലേക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇനി അടുത്തത് ഉലൂമുൽ ഖുർആൻ. ഖുർആനിൻ്റെ ശാസ്ത്ര ശാഖകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഏതൊക്കെ ശാസ്ത്ര ശാഖകൾ ഖുർആനിലുണ്ടെന്ന് നോക്കാം. ഇൽമു തഫ്സീർ അല്ലേ? വ്യാഖ്യാനം. ഖുർആൻ്റെ വ്യാഖ്യാനം അതാണ് ഇൽമു തഫ്സീർ. ഇൽമുൽ ഖിറാഅത്ത് ഖുർആൻ വിവിധ തരത്തിൽ ഓതുന്ന രീതികൾ അതിനെക്കുറിച്ച് പഠിക്കുന്നത്, വിവിധ തരത്തിലുള്ള ഓതലുകൾ അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ഇൽമുൽ ഖിറാഅത്ത്. ഇൽമുൻ നാസിഖ് വൽ മൻസൂഖ്. ഇൽമു അസ്ബാബുൻ നുസൂൽ. അത് ഖുർആൻ്റെ ആയത്തുകൾ ഇറങ്ങാനുണ്ടായ സബബുകളെ കുറിച്ചിട്ട് കാരണങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. ഇൽമു ഇറാബുൽ ഖുർആൻ. ഖുർആൻ്റെ ഇറാബുകളെ കുറിച്ച് പഠിക്കുന്നത്. ഇൽമു വുജൂഹുൻ നളായിർ. എന്താണ്? വ്യത്യസ്ത അർത്ഥങ്ങളും സമാന പദങ്ങളെയും കുറിച്ചിട്ടുള്ള പഠനം. ഉലൂമുൽ ഇജാസുൽ ഖുർആൻ. ഖുർആൻ്റെ അമാനുഷികതയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. ഇതൊക്കെയാണ് ഖുർആൻ്റെ ഖുർആൻ ശാസ്ത്രത്തിൽ പഠിക്കുന്ന ഓരോ ശാഖകൾ. ഇനി തതവ്വുറത്ത് ഉലൂമുൽ ഹദീസ് ബിശക്ലിൻ കബീരിൻ വശമ്മലത്ത് അൽ ജുർഹു വ തഅദീലു ഇൽമു റിജാലു അൽ ഇലലു അസ്സനദു വൽ മത്നു. ഈ അബ്ബാസിയ കാലഘട്ടത്തിലെ ഹദീസ് ശാസ്ത്രം വളരെ വിശാലമായിട്ട് എന്ത് ചെയ്തു? വികസിച്ചു. ഷമ്മലത്ത് അൽ ജുർഹു വ തഅദീലു. അതിലെന്തൊക്കെ ഈ ഉലൂമുൽ ഹദീസിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഹദീസ് ശാസ്ത്രത്തിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? അത് അൽ ജുർഹു വ തഅദീലു വിവരണക്കാരുടെ വിശ്വാസ്യത പരിശോധിക്കുന്നത് ശാസ്ത്രം. ഇൽമു റിജാൽ റാവികളുടെ ജീവിതവും വ്യക്തിത്വവും പഠിക്കുന്നത് ശാസ്ത്രം. ഇലൽ ഹദീസിലെ സൂക്ഷ്മമായ ദോഷങ്ങൾ കണ്ടെത്തുന്ന അതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. സനദ് പഠിക്കുന്നത് വിവരണ ശൃംഖല, ഹദീസുകളുടെ ശൃംഖല, അതിൻ്റെ പ്രക്ഷേപണ ശൃംഖലയെക്കുറിച്ച് പഠിക്കുന്നത്. വൽ മത്ന് ഹദീസിൻ്റെ ആ ഉള്ളടക്കത്തെക്കുറിച്ച് ഹദീസിനെക്കുറിച്ച് പഠിക്കുന്നത് അല്ലേ? അങ്ങനെ പലതരം ശാഖകൾ എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? ഉലൂമുൽ ഹദീസിൽ ഹദീസ് ശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി ഇതിൽ നോക്കാം. അൽ ഇമാം മാലിക് വലവ് അവ്വൽ കിതാബ് ഫിൽ ഹദീസ് സഹീഹ് ബിഉൻവാൻ അൽ മുവത്ത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണ് ആദ്യം. ഇമാം മാലിക് റളിയല്ലാഹുവിൻ്റെ മുവത്ത എന്ന ഗ്രന്ഥമാണ് ഹദീസിലെ ആദ്യത്തെ ഹദീസ് ഗ്രന്ഥമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ലഹറത്ത് കുതുബ് സിത്ത സിഹാഹു അല്ലത്തി തുഅദ്ദു ഔസഖു മസാദുൽ ഹദീസ് ബുഖാരി, മുസ്ലിം, നസായി, അബൂദാവുദ്, തുർമുദി, ഇബ്നു മാജ. ലഹറത്ത് കുതുബ് സിത്ത സിഹാഹു. ഈ കാലഘട്ടത്തിൽ അബ്ബാസിയ കാലഘട്ടത്തിൽ 6 ഹദീസ് ഗ്രന്ഥങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. തുഅദ്ദു അല്ലത്തി തുഅദ്ദു ആ ഹദീസ് ഗ്രന്ഥങ്ങളെ എണ്ണപ്പെടുന്നു. ഔസഖു മസാദിറുൻ എന്താണ്? വിശ്വസനീയമായ ഹദീസ് ഗ്രന്ഥങ്ങളുടെ വിശ്വസനീയമായ സ്രോതസ്സുകളായിട്ട് മസാദുൽ ഹദീസ് അല്ലേ? ഹദീസുകളുടെ വിശ്വസനീയമായ സ്രോതസ്സുകളായിട്ട് ഈ 6 ഹദീസ് ഗ്രന്ഥങ്ങളെ കണക്കാക്കപ്പെടുന്നു. അത് ഏതൊക്കെയാണ് ഈ 6 ഹദീസ് ഗ്രന്ഥങ്ങൾ? അത് ബുഖാരി, മുസ്ലിം, നസായി, അബൂദാവുദ്, തുർമുദി, ഇബ്നു മാജ. ഇതാണ് 6 ഹദീസ് ഗ്രന്ഥങ്ങൾ. ഈ 6 ഹദീസ് ഗ്രന്ഥങ്ങളെ കുത്തുബ് സിത്ത എന്നും സിഹാഹു സിത്ത എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ ഹദീസ് ഗ്രന്ഥങ്ങളെയാണ് വിശ്വസനീയമായ ഹദീസുകളുടെ ഉറവിടങ്ങളായിട്ട്
കണക്കാക്കപ്പെടുന്നത്. ഇനി ബലഗത്ത് ഹറക്കത്ത് തർജുമത്ത് ദറൂത്തിഹ ഫി അഹദിൽ ഖലീഫത്തുൽ മഅ്മൂനി ബിഫദ്ലി ദഅമി ഖുലഫായി വ തഅസീസു ബൈത്തുൽ ഹിക്മ. ഈ ബൈത്തുൽ ഹിക്മ സ്ഥാപിച്ചതും ഖലീഫയുടെ പിന്തുണയും എന്താണ് ഖലീഫമാരുടെ പിന്തുണയും ഈ ഖലീഫ മഅ്മൂൻ രാജാവിൻ്റെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു, ഈ തർജുമ വിവർത്തന പ്രസ്ഥാനം എന്ത് ചെയ്തു, വിവർത്തന പ്രസ്ഥാനം അതിൻ്റെ ഉന്നതിയിലെത്തി. ഇനി ഇതിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്, 10 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഉദ്കുർ സലാസത്തു മിൻ അഷ്ഹുരി അഅ്ലാമുൻ നസർ ഫിൽ അസ്റിൽ അബ്ബാസിയ കാലഘട്ടത്തിലെ ഗദ്യ എഴുത്തുകാരിൽ പ്രസിദ്ധരായിട്ടുള്ള ആളുകളിൽ 3 പേരുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ജാഹിൽ, ഇബ്നുൽ മുഖഫ, ഇബ്നുൽ അമീദ്, ഇത് 3 പേരുടെ പേര്. ഇനി അടുത്ത അവ്വലു മൻ കതബൽ മുഖാമാത്ത് മൻഹു, ആദ്യമായിട്ട് മുഖാമാത്ത് എഴുതിയത് ആരാണ് എഴുതിയത്? ബദിഉസ്സമാനുൽ ഹംദാനിയാണ് ആദ്യമായിട്ട് മുഖാമാത്ത് എഴുതിയത്. ഇനി അടുത്തത് അറാവി ഫി മുഖാമാത്തുൽ ഹരീരി ഹുവ, ഹരീരിയുടെ മുഖാമാത്തിൻ്റെ റാവി ആരാണ്? അത് ഹാരിസ് ഇബ്നു ഹമ്മാമാണ്. ഇനി അടുത്തത് മാഹി അൻവാഉ റസാലി ഫിൽ അസ്റിൽ അബ്ബാസിയ കാലഘട്ടത്തിലെ കത്തിൻ്റെ ഏതൊക്കെ തരം കത്തുകൾ ഉണ്ടായിരുന്നു അബ്ബാസിയ കാലഘട്ടത്തിൽ? അത് റസായിലു ദീവാനിയ, വൽ ഇഖ്വാനിയ, വൽ അദബിയ, അങ്ങനെ 3 തരത്തിലുള്ള കത്തുകൾ ഉണ്ടായിരുന്നു. ഇനി അടുത്തത് അബ്ദുല്ലാഹിബിൽ മുഖഫ തർജും കലീല വദിംന മിൻ, കലീല വദിംന എന്ന കഥ അബ്ദുല്ലാഹിബിൽ മുഖഫ് ഏത് ഭാഷയിൽ നിന്നാണ് തർജുമ ചെയ്തത്? മിനൽ ഫഹ്ലവിയ, പേർഷ്യൻ ഭാഷയിൽ നിന്നാണ് അറബി ഭാഷയിലേക്ക് തർജുമ ചെയ്തത്. മനിലതി അൻഷ ബൈത്തുൽ ഹിക്മ, ആരാണ് ബൈത്തുൽ ഹിക്മ സ്ഥാപിച്ചത്? അത് ഹാറൂൺ റഷീദാണ്. അൻഷ ബൈത്തുൽ ഹിക്മത്തി ഹാറൂൺ റഷീദ്. ഇനി അവ്വൽ മർക്കസുൻ ഇൽമിയിൽ തർജുമത്തി ഫിൽ അസ്റിൽ അബ്ബാസിയ കാലഘട്ടത്തിലെ വിവർത്തനം പഠിക്കുന്ന പ്രസ്ഥാനം ഏതാണ്? അത് ബൈത്തുൽ ഹിക്മ. മൻ ഹുവ സാഹിബു ജാമിഉൽ ബയാൻ അൻ തഅ്വീൽ അൽ ഖുർആൻ, ജാമിഉൽ ബയാൻ അൻ തഅ്വീൽ ഖുർആൻ്റെ സ്വാഹിബാരാണ്? അതാരെഴുതിയതാണ്? ഇമാം തൊബരി. അവ്വലു കിതാബുൻ കാമിൽ ഫിൽ ഹദീസു സഹീഹ്, ഒന്നാമത്തെ ഹദീസ് സ്വഹീഹായ ഹദീസ് ഗ്രന്ഥം ഏതാണ്? അത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മുവത്ത എന്ന ഗ്രന്ഥമാണ്.